തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ജി ദേവികാമ്മയെ ആദരിച്ചു. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ജി ദേവികാമ്മയെ ആദരിച്ചു. റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ദേവികാമ്മയെ ആദരിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മഹത്തായ ദൗത്യത്തിൽ ജീവിതം മുഴുവൻ സമർപ്പിച്ച് പ്രകൃതിയുടെ നിലനിൽപ്പിനായി അദ്വിതീയ സേവനങ്ങൾ നടത്തി സമൂഹത്തിന് മാതൃകയായ പത്മശ്രീ പുരസ്കാര ജേതാവ് ജി ദേവികാമ്മയെന്ന് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം, കണ്ടല്ലൂർ, കൊല്ലകയിൽ സ്ഥിതി ചെയ്യുന്ന ദേവികാമ്മയുടെ വസതിയിൽ വെച്ച് നടന്ന അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ വൈസ് പ്രസിഡന്റ് ശാരദ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി സംരക്ഷണം ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, സാമൂഹിക ബാധ്യതയാണെന്നും പരിസ്ഥിതി സംരക്ഷണം ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, സാമൂഹിക ബാധ്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരമായി വൃക്ഷത്തെ പത്മശ്രീ ദേവികാമ്മയ്ക്ക് കൈമാറി ആദരിച്ചു. വനമുത്തശ്ശി എന്ന പേരിൽ സ്നേഹാദരം നേടിയ ദേവികാമ്മയുടെ ചെറുമകളെയും ചടങ്ങിൽ ആദരിച്ചു. RWA ജില്ലാ സെക്രട്ടറി, സൗഹൃദം കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റുമായ B അൻഷാദ് അരൂർ ദേവികാമ്മയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പരിസ്ഥിതിയോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി G അനിൽകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ശരണ്യ R നായർ, G അജയ്കുമാർ, അബ്ദുൽ അസീസ്, നസീബ് ഖാൻ വരിക്കപ്പള്ളിയിൽ, സ്വപ്ന സജി, സലീം A, അഷ്റഫ് സലാഹുദ്ദീൻ, സജികുമാർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളും പ്രവർത്തകരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണം ജീവിതവ്രതമാക്കിയ ദേവികാമ്മയ്ക്ക് നൽകിയ ഈ ആദരം സമൂഹം മുഴുവൻ പ്രകൃതിയോട് കാണിക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ചടങ്ങ് മാറി. എനിക്ക് ഒരു നഷ്ടബോധം തന്നെയാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലം ഈ പ്രദേശം എൻ്റെ ചുറ്റുവട്ടത്ത് മൊത്തം ഞാൻ എൻ്റെ സൈക്ലിന് NRPM സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അടുത്ത 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ NRPM സ്കൂളിൽ പഠിച്ചിരുന്നത്. ഈ ചുറ്റുവട്ടത്തൂടെയൊക്കെ ഞാൻ സൈക്കിളിൽ ചവിട്ടി പോവുകയും അതെല്ലാം കണ്ടത്. ഇങ്ങനെ ഒരു സംഭവം എനിക്കിവിടെ കാണാൻ പറ്റാഞ്ഞത് തന്നെ എനിക്ക് എൻ്റെ നിർഭാഗ്യം എന്ന് തന്നെ. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.